ഇടുക്കി തൊടുപുഴയിൽ എംവിഡി പിടിച്ചെടുത്ത എയർഹോണുകൾ നശിപ്പിച്ചു. 90 എയർഹോണുകളാണ് റോഡ് റോളർ കയറ്റി നശിപ്പിച്ചത്. ലാൽകൃഷ്ണ തൊടുപുഴയിൽ നിന്ന് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. തൊടുപുഴ ആർടിഒയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് നിലവിൽ ഈ ബൈപ്പാസ് റോഡിൽ വാഹനത്തിന്റെ എയർഹോണുകൾ ഇപ്പോൾ തകർത്തിരിക്കുന്നത്. മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ നമ്മുടെ ഏകദേശം 96 വാഹനങ്ങൾക്കെതിരെയാണ് തൊടുപുഴ എൻഫോഴ്സ്മെന്റ് ആർടിഒയുടെ കീഴിൽ നിന്ന് നടപടിയെടുത്തിരിക്കുന്നത്. ഇപ്പം നഗരത്തിലുള്ള ബസ്സുകൾ മാത്രമാണോ അതോ നഗരത്തിൽ നിന്ന് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്നിരിക്കുന്ന വാഹനങ്ങളുണ്ട്. തൊടുപുഴയിലെ വാഹനങ്ങളിൽ നിന്ന് മാത്രം സ്പെസിഫിക് ആയിട്ട് നമുക്ക് പറയാൻ കഴിയില്ല. നമ്മൾ എത്ര ദിവസത്തെ ഹണ്ടിന്റെ ഭാഗമായിട്ട് കിട്ടിയത്? 7 ദിവസത്തെ കഴിഞ്ഞ ആഴ്ചത്തെ ഹണ്ട് ഭാഗമായിട്ട് കിട്ടിയതാണ്. ഒരാഴ്ചത്തെ ഹണ്ട്. ഇപ്പം ഈ അന്യ സംസ്ഥാന വാഹനങ്ങൾ അടക്കമുള്ളവർ ഇവിടെ വരുമ്പോൾ അതിൻ്റെ എയർഹോൺ ഉണ്ടാവാൻ സാധ്യത. അപ്പോൾ അവരോടുള്ള നടപടി എങ്ങനെയാണ്? സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വാഹനങ്ങളെല്ലാം നമ്മൾ നടപടിയെടുത്തിട്ടുണ്ട്. ഫൈനായിട്ടാണോ അതോ എയർഹോൺ പിടിച്ചെടുക്കുക? എല്ലാ വാഹനങ്ങളും എയർഹോൺ പിടിച്ചെടുത്തിട്ടുണ്ട്. അതായത് നമ്മൾ മറ്റു വാഹനങ്ങൾ ഈ വാഹനങ്ങൾ വേർതിരിവൊന്നും ഒന്നുമില്ല. നിലവിൽ എൻഫോഴ്സ്മെന്റ് ആർടിഒയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഈ വാഹനങ്ങളുടെ, അതായത് ഒരാഴ്ച നീണ്ടു നിന്ന ദൗത്യത്തിൻ്റെ ഭാഗമായിട്ടുള്ള എയർഹോണുകളാണ് നിലവിൽ തകർത്തിരിക്കുന്നത്. വരും ദിവസങ്ങളിലും ഇതേ നടപടി ഉണ്ടാകും എന്ന കാര്യം കൂടി അവർ ഉറപ്പിക്കുന്നുണ്ട്. അതായത് ഗതാഗത വകുപ്പ് മന്ത്രി നൽകിയ നിർദ്ദേശം അതേപടി തന്നെ നടപ്പാക്കുന്നു പല മേഖലകളിലും. കഴിഞ്ഞ ദിവസം എറണാകുളത്തും സമാനമായ രീതിയിൽ നമ്മളിത് കണ്ടതാണ്. വലിയ രീതിയിൽ വാഹനങ്ങളിൽ നിന്ന് പിടിച്ചെടുത്ത എയർഹോണുകൾ പൂർണ്ണമായും ബുൾഡോസർ കയറ്റി നശിപ്പിക്കുന്നത്. ഇപ്പോൾ നമ്മളോട് പറഞ്ഞ വിവരങ്ങളനുസരിച്ച് അന്യ സംസ്ഥാനത്തു നിന്നുള്ള വാഹനങ്ങളെന്നോ അല്ലെങ്കിൽ കേരളത്തിനകത്തു നിന്നുള്ള മാത്രമുള്ള വാഹനങ്ങളെന്നോ ഉള്ള വേർതിരിവില്ല. പ്രത്യേകിച്ച് പുനലൂർ മൂവാറ്റുപുഴ ഹൈവേ അടക്കമുള്ള ഭാഗങ്ങളിലൂടെ ഒരുപാട് വാഹനങ്ങൾ, പ്രത്യേകിച്ച് വലിയ വാഹനങ്ങൾ, തടിലോറികളടക്കം പോകുന്ന റോഡാണ്. വലിയ രീതിയിൽ രാത്രിയിൽ ശബ്ദ കോലാഹലങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് പോകുന്ന വാഹനങ്ങൾ പോലും ഇവിടെയുണ്ട്. കോതമംഗലത്ത് കഴിഞ്ഞ ദിവസം എത്തിയപ്പോൾ മന്ത്രി തന്നെ പറഞ്ഞാണ്, ഹൈക്കോടതി ജഡ്ജിയുടെ വാഹനത്തിന് പുറകിൽ പോയി പോലും ഈ ഹോൺ അടിക്കുന്ന പ്രവണത വലിയ വാഹനങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നുണ്ട്. അതിനുള്ള കർശന നടപടി എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഒരു താക്കീത് എന്ന രീതിയിലാണ് നിലവിൽ എയർഹോണുകൾ പിടിച്ചെടുത്ത് നശിപ്പിക്കുക എന്ന ദൗത്യത്തിലേക്ക് മാറിയിരിക്കുന്നത്. വരും ദിവസങ്ങളിലും ഇതേ ദൗത്യം തുടരും എന്നൊരു സൂചന കൂടി നൽകുന്നുണ്ട്. അടുത്ത ദിവസങ്ങളിലടക്കം നമ്മൾ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വിവിധ ഇടങ്ങളിൽ നിന്ന് ഇത് കാണേണ്ടി വരും, അല്ലെങ്കിൽ കാണും എന്നുള്ള ഒരു ഉറപ്പ് കൂടിയാണ് മന്ത്രി നൽകുന്നത്. ഇത് താൽക്കാലികമായൊരു പ്രതിഭാസം മാത്രമായിരിക്കില്ല, കർശന നടപടി എന്ന രീതിയിലാണ് നിലവിൽ മുന്നോട്ട് പോകുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.